നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ ലൈഫിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? യൂണിവേഴ്സ് അഥവാ പ്രകൃതിയുടെ ഭാഷ എന്താണ്? പ്രകൃതിയുടെ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷോ മലയാളമോ അല്ലെങ്കിൽ സ്പാനിഷോ ഇതൊന്നുമല്ല. ഇമോഷൻസ് അഥവാ ഫീലിങ്സ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒത്തിരി മുല്ലപ്പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീൽ എന്താവും? മുല്ലപ്പൂ ഇഷ്ടപ്പെടുന്നവരുടെ ഫീൽ എന്തായിരിക്കാം? ഒത്തിരി ഇഷ്ടമായിരിക്കും. നമ്മൾ അതെടുത്ത് സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? ഒരു പ്രത്യേക ഫീൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഫീൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറയട്ടെ. നമുക്കൊരു ഫീൽ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു എനർജി ഫോം ചെയ്യുന്നുണ്ട്. ആ എനർജിക്ക് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ അത് യൂണിവേഴ്സിൽ പോയിട്ട് 10 ഇരട്ടിയായിട്ട് അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നതാണ് യൂണിവേഴ്സൽ ലോ അഥവാ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന നിയമം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോഴേക്കും നമുക്കൊരു കോഫി കുടിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ കോഫിയുടെ സ്മെല്ല് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യുമ്പോൾ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കോഫി നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ മേടിച്ചു തരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മോസ്റ്റ് ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. എന്തുകൊണ്ടാണ്? ആ കോഫി എന്നൊരു വാക്ക് നമ്മൾ കേട്ടപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഫീലിങ്സിന് എത്ര പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലായോ? ഇതൊക്കെ പോസിറ്റീവ് ഫീൽസാണ്. ഇതുപോലെ നെഗറ്റീവ് ഫീലിങ്സുകളും നമുക്കുണ്ടാവാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഫീൽ എന്താവും? ഒരു കടമുള്ള ഒരാൾക്ക് എപ്പോഴും എന്തായിരിക്കും ചിന്ത? ആ കട എങ്ങനെ തീർക്കാൻ പറ്റും? ഞാൻ എങ്ങനെയാണ് ഈ കടം തീർക്കുക എന്നൊരു കടക്കാരൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്ന ആൾക്ക് അയാളുടെ ഫീലിന് എന്തുണ്ടാവും? ഒരു എനർജി ഉണ്ടാവും. ആ എനർജിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അത് യൂണിവേഴ്സിൽ പോയിട്ട് തിരിച്ച് 10 ഇരട്ടിയായി കടങ്ങളുടെ സാഹചര്യങ്ങൾ അയാൾക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക. ആക്ച്വലി ഇവിടെ പ്രോബ്ലംസുകളെ ഫോക്കസ് ചെയ്യേണ്ട എന്നല്ല ഇവിടെ പറയുന്നത്. അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് ഫോക്കസ് കൊടുക്കുക. അയാൾ എന്തായിരിക്കും ചിന്തിക്കേണ്ടത്? കൂടുതൽ അയാളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അയാളുടെ ജോബിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരികയും അതിലൂടെ ഈ കടങ്ങളെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ മോസ്റ്റ് ആൾക്കാരും എന്താ ചിന്തിക്കുക? ആ കടത്തിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ഫോക്കസ്. അപ്പോൾ അത് 10 ഇരട്ടിയായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ വാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേക ഇമോഷൻസ് ഉണ്ട്. ദേഷ്യം പിടിക്കുന്ന ഇമോഷൻസ് ഇല്ലേ? ആ ഇമോഷൻസ് പ്രകൃതിയിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? 10 ഇരട്ടിയായിട്ട് അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഏത് ഇമോഷൻസ് വേണം, നമ്മുടെ ലൈഫിൽ ഏത് ഇമോഷൻസിനാണ് വേണ്ടത് എന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഒരു ദിവസം നമ്മൾ എത്ര ഇമോഷൻസുകളിലൂടെയാണ് കടന്നു പോകുന്നത്? നെഗറ്റീവ് ഇമോഷൻസും പോസിറ്റീവ് ഇമോഷൻസും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മൾക്ക് സന്തോഷമാണോ ആഗ്രഹമെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൻ്റെ ഇമോഷൻസുകൾ നമ്മൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക. അപ്പോൾ ചോദിക്കും, എങ്ങനെ ഈ സന്തോഷം ഡെയിലി ഉണ്ടാക്കുക എന്ന്? നമ്മൾക്കൊന്ന് ചിരിക്കുമ്പോൾ തന്നെ, നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും നമ്മൾ ഹാപ്പി ആയിട്ട് ചിരിച്ച് അതൊരു പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്താ, ഈ സന്തോഷം എന്നുള്ള ആ ഒരു റീസൺ, ആ ഒരു ഫീല് നമ്മുടെ ലൈഫിൽ എന്നും ഉണ്ടാവും. അതൊരു പ്രാക്ടീസ് ചെയ്യുന്നത് വേണം. കാരണം നമ്മൾ കൂടുതലും വിഷമത്തിലും ഇതിലും ആ ഇമോഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കുക, ഏത് ഇമോഷൻസാണ് വേണ്ടത്. നമ്മുടെ യൂണിവേഴ്സ് അഥവാ പ്രകൃതിക്ക് അറിയുന്ന ലാംഗ്വേജ് ഇമോഷൻസാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ചിന്തിക്കണം, ഏത് ഇമോഷൻസ് നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ലൈഫിൽ ഏത് ഇമോഷൻസാണ് ആവശ്യം? സന്തോഷമാണോ? സന്തോഷത്തിൻ്റെ സാഹചര്യങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുക. ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ എന്നും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി ആ സന്തോഷത്തിനെ എന്നും കൊണ്ടു നടക്കാൻ, ആ ഇമോഷൻ എന്നും കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഇത് 10 ഇരട്ടിയായിട്ട് സന്തോഷത്തിൻ്റെ സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു.